കയ്പമംഗലത്ത് രാത്രി കടയടച്ച് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന 85-കാരനായ വ്യാപാരിയുടെ സ്വർണ്ണമാല പൊട്ടിച്ച കേസിൽ 2 യുവാക്കൾ അറസ്റ്റിൽ. ദിവസങ്ങളോളം വയോധികനെ നിരീക്ഷിച്ച ശേഷമാണ് പ്രതികൾ കവർച്ച നടത്തിയതെന്ന് പോലീസ്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. കയ്പമംഗലത്ത് വയോധികനായ വ്യാപാരിയുടെ മാല പൊട്ടിച്ച കേസിൽ വഴിയമ്പലം സ്വദേശി മുഹമ്മദ് അസ്ലം, കൂരിക്കുഴി സ്വദേശി അഖിൽനാസ് എന്നിവർ പോലീസ് പിടിയിലായി. ചന്ദ്രാപിന്നി സെന്ററിൽ ചെറിയ കട നടത്തി വന്നിരുന്ന കോലന്തറ സ്വദേശി മനോഹരൻ എന്ന 85-കാരന്റെ 2.5 പവൻ സ്വർണ്ണമാലയാണ് പ്രതികൾ കവർന്നത്. കഴിഞ്ഞ ദിവസം രാത്രി കടയടച്ച വീട്ടിലേക്ക് നടന്നു പോവുകയായിരുന്ന മനോഹരനെ വഴിയിൽ തടഞ്ഞു നിർത്തിയ പ്രതികൾ കഴുത്തിലുണ്ടായിരുന്ന സ്വർണ്ണമാല ബലമായി പൊട്ടിച്ചെടുത്ത് കടന്നുകളയുകയായിരുന്നു. പരാതിയെ തുടർന്ന് കയ്പമംഗലം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. കൊടുങ്ങല്ലൂർ DYSP പ്രമോദിന്റെ നേതൃത്വത്തിൽ SHO ബിജിത് KT, SI അജാസുദ്ദീൻ എന്നിവരടങ്ങിയ സംഘത്തിന്റെ ശാസ്ത്രീയമായ അന്വേഷണത്തിലാണ് പ്രതികൾ വലയിലായത്. മനോഹരനെ ദിവസങ്ങളോളം നിരീക്ഷിച്ച ശേഷമാണ് പ്രതികൾ കവർച്ച ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയതെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. കടയിൽ സ്ഥിരമായി എത്തുന്നവരെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് പ്രതികളെ വേഗത്തിൽ തിരിച്ചറിയാൻ സഹായിച്ചത്. അറസ്റ്റിലായ അഖിൽനാസിനെതിരെ വധശ്രമ കേസും പൊതുജനങ്ങളെ ശല്യം ചെയ്ത കേസും ഉൾപ്പെടെ മറ്റ് കേസുകളും നിലവിലുണ്ടെന്ന് പോലീസ് അറിയിച്ചു. മീഡിയ ടൈം, കയ്പമംഗലം.